പല ആൾക്കാരെ നോക്കുന്നു. അതൊരു പുതിയ ഈ ലക്ഷദ്വീപ് വിട്ട് ഇങ്ങോട്ട് വന്നതേ ഇവിടെ മെച്ചപ്പെട്ട ഒരു സാഹചര്യം ഉണ്ട് പഠിക്കാൻ എന്തുകൊണ്ടാണോ മെച്ചപ്പെട്ട സാഹചര്യം തന്നെ. വീട്ടിലുള്ളവരൊക്കെ എവിടെയാണോ പഠിച്ചത്? എന്റെ ജ്യേഷ്ഠനും ബ്രദറൊക്കെ പഠിച്ച ഡിഗ്രിയാണ് അവരൊക്കെ വന്ന് പഠിച്ചത്. ഞാൻ ചെറിയ ക്ലാസ്സിനെ വന്ന് പഠിച്ചു. ഈ മർക്കസിലേക്ക് എത്തിയതിനു ശേഷമേ ഈ കുട്ടികളിൽ ഒരു മാറ്റം ഉണ്ടായോ നമ്മളുള്ള പെരുമാറ്റത്തിലും രീതികളിലും ഒക്കെ തന്നെ? അത് നല്ല മാറ്റമുണ്ട്. എന്നെ അവിടെ എല്ലാവരും നിന്ന് വ്യത്യസ്തനാക്കി എനിക്ക് തരേണ്ട അനുഗമയും അനുസരണയും സ്നേഹവും ഒക്കെ തന്നു. പ്രത്യേകിച്ച് മർക്കസിന്റെ സാരഥി AP അബൂബക്കർ മുസ്ലിയാർ എനിക്ക് ഉറച്ച സപ്പോർട്ടും പിന്തുണയും തന്നിരുന്നു. നീ ഭയങ്കര സംഭവമാണ്, നീ പഠിക്കണം, നീ പഠിച്ചു കഴിഞ്ഞാൽ നീ പഠിച്ച് ജയിക്കുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ അന്ന് കുറെ ആൾക്കാരെ നിന്നെ നോക്കി കരയുന്ന കാലഘട്ടം വരുന്ന AP പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഞാനിങ്ങനെ പല സമയത്തും പ്രഡിക്ഷൻ കറക്റ്റ്. വിദ്യാഭ്യാസം ഒരു പ്രധാനപ്പെട്ടാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിനെ നേരിട്ട് അറിയാവുന്ന ആളാണോ? നല്ലോണം നേരിട്ടറിയാം. പഠിക്കുന്ന സമയത്ത് അറിയാമോ അതോ പിന്നീടാണോ അറിഞ്ഞത്? ഇല്ല, പഠിക്കുന്ന കാലം മുതൽ എന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും നിന്നെ ഓർത്ത് അഭിമാനിക്കുന്ന ഒരു ദിവസം വരും. അഭിമാനിക്കുന്ന ദിവസം പഠിക്കാൻ പറഞ്ഞു. പഠിക്കാൻ പറഞ്ഞു. ഓക്കെ, ആ പ്രഡിക്ഷൻ കറക്റ്റായി, പ്രവചനം ശരിയായി. അപ്പൊ താങ്കൾക്ക് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ ഈ ഒരു പ്രവചന സ്വഭാവമുള്ള ഒരു കാര്യമാണുള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞതിന് ശേഷം പഠിക്കാൻ കുറച്ചുകൂടി ആവേശമായി. ഞാൻ പറഞ്ഞില്ലേ, 9ാം ക്ലാസ് വരെ ഞാൻ പാസ്സാക്കിയത് തട്ടിപ്പാസാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ന് പാസ്സാക്കുന്ന രീതിയിൽ എന്നെ 20 കൊല്ലം മുമ്പ് ആ സിസ്റ്റം എന്നെ പാസ്സാക്കി, എന്നെ മാത്രം. ഞാൻ 10ാം ക്ലാസ്സിലാണ് ശരിക്കും പഠിക്കുന്നത്. എന്ന് ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാത്സിന് 89 മാർക്ക് എടുത്തു. ഈ 7, 8, 9 തോറ്റ അല്ലെങ്കിൽ മാർക്ക് വളരെ കുറഞ്ഞ ഒരാള് 10ാം ക്ലാസ്സിൽ എന്റെ പബ്ലിക് എക്സാമിന്റെ മാർക്ക് അത് ഉസ്താദിന്റെ കണ്ടെത്തൽ തന്നെയാണ്. ഉസ്താദിനെ മോട്ടിവേറ്റ് ചെയ്തതിന്റെ പുറത്താണ് ഞാൻ പഠിക്കുന്നത്. അതിന് ഫുൾ കാന്തപുരത്തെ പോയി കണ്ടായിരുന്നു. ഇടക്കിടക്ക് പോയി കാണാറുണ്ട്. അവാർഡ് കണ്ടപ്പോ ഇതിനെ അർഹിച്ചത് തേടിയെത്തി അതൊക്കെ പറഞ്ഞു. അന്ന് പറഞ്ഞത് കാന്തപുരത്തിന് ഓർമ്മയുണ്ടോ? ചിലപ്പോൾ ഓർമ്മ ഇല്ല. വലിയ താല്പര്യമുള്ള ആളാണ് എന്നോട് ഞാൻ ചോദിച്ചത്. ഓക്കെ, എന്നോട് ഭയങ്കര താല്പര്യമാണ്. നമ്മുടെ സ്ഥാപനത്തോടും ഒക്കെ വലിയ ബന്ധുവാ. 24 ഒക്കെ എപ്പോഴും കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ഇങ്ങനെ നമ്മുടെ സ്ഥാപനം കുറച്ചുകൂടെ മെച്ചപ്പെട്ട് പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആത്മാർത്ഥതയുള്ള ഒരാളാണ്. വളരെ സന്തോഷം. അപ്പൊ താങ്കൾ ശരിക്കും മർക്കസിന്റെ ബോർഡിംഗിലാണ് പഠിച്ചല്ലേ? ബോർഡിംഗിൽ 5 വർഷം പഠിച്ചിട്ടുണ്ട്. ബോർഡിംഗിലുള്ള കുട്ടികളൊക്കെ എങ്ങനെയായിരുന്നു? നമ്മളെ ഒരു കരുണാർത്ഥമായ മനസ്സോടെ സമീപിക്കുകയാണോ അതോ? എന്റെ ബന്ധം ഇവിടെയുള്ള ഞാൻ ഇവിടെ വന്നിട്ട് അധികം ലോഡ്ജിലൊന്നും താമസിക്കാറില്ല. എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അന്ന് പഠിച്ച ഫ്രണ്ട്സിന്റെ വീട്ടിൽ ഇപ്പോഴും അവരുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ എവിടെയും പോയി അത്രയും ബന്ധം. ഞാൻ കേരളത്തിലെ പല ജില്ലകളിലും പോയിട്ട് അവരുടെ അടുത്ത് നിന്ന് അവരുടെ ഭക്ഷണം കഴിച്ച് ആ ബന്ധം ഇന്നും പുലർത്തുന്നത്. ഏത് പോസ്റ്റിലേക്ക് എത്തിയാലും ഇപ്പോഴും ആ ലെവലിൽ തന്നെ ജീവിക്കാനാവില്ല. അത് മർക്കസിന് കിട്ടിയ ഒരു വലിയ കണക്ഷനാണ്. കോളേജിൽ പഠിച്ചപ്പോൾ പൊന്നാനി ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. നല്ല സുഹൃത്തുക്കൾ. എല്ലാവരും